പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് മോണിറ്റൈസേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വളരെ ആവേശത്തോടു കൂടെ തന്നെയാണ് ഓരോ യൂട്യൂബറും ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. കാരണം ഒരുപാട് കാലത്ത് അവരുടെ കഷ്ടപ്പാടും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്നുള്ളത്. അതായത് ഒരു യൂട്യൂബ് ചാനലിൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു യൂട്യൂബറുടെ ആഗ്രഹമാണ് എത്രയും പെട്ടെന്ന് അത് മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ പല യൂട്യൂബേഴ്സും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയാക്കാൻ വേണ്ടി അപ്ലൈ നൗ കൊടുക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒന്നും ചിന്തിക്കാതെ അപ്ലൈ നൗ കൊടുക്കുന്നതുകൊണ്ട് പല ചാനലുകളുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകാറുമുണ്ട്. നമ്മൾ ഒരു യൂട്യൂബ് ചാനലിന്റെ എല്ലാ ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ യൂട്യൂബിന് മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ചെക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, കോപ്പറേറ്റ് സ്ട്രൈക്കുകളുണ്ടോ, കോപ്പറേറ്റ് ക്ലെയിം ഉണ്ടോ, അതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപക്ഷെ ചില ചാനലുകൾ മോണിറ്റൈസേഷൻ ആവാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. അമ്മൂസ് കോർണർ എന്ന ചാനൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഈ 3 സ്റ്റെപ്പുകളും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തു. മോണിറ്റൈസേഷൻ എലിജിബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ വീഡിയോയിലും ഡോളറിന്റെ ചിഹ്നം വന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിന്റെ ഈ ക്രൈറ്റീരിയകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയ ഒരു ചാനലാണ് അമ്മൂസ് കോർണർ എന്ന ചാനൽ. അപ്പോൾ ആ ചാനലിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവരുടെ വോയിസിലൂടെ തന്നെ നമുക്കൊന്ന് കേട്ട് നോക്കാം. യൂട്യൂബറായിട്ട് ഞാനൊരു സംശയം ചോദിക്കാനായിരുന്നേ. നമ്മുടെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ പൂർത്തിയാക്കിക്കൊണ്ട് വാച്ച് അവർ ആയിട്ട് 2-3 ദിവസത്തിൽ കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ ഇത് കണ്ട സമയത്ത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്തു, മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് ആദ്യത്തെ 2 സ്റ്റെപ്പും വേഗം തന്നെ പൂർത്തിയായി. 3ാമത്തെ സ്റ്റെപ്പിന് വേണ്ടി 2.5 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. പിറ്റേ 2 ദിവസം കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് ഇതായിക്കൊണ്ട് മോണിറ്റൈസേഷൻ ആയി എന്നുള്ള യൂട്യൂബിന്റെ മെയിൽ എനിക്ക് കിട്ടി. മോണി ആയി. അതോടൊപ്പം തന്നെ 3 ദിവസമാണ് എടുത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ആയി. നമ്മുടെ എല്ലാ വീഡിയോസിലും ഡോളർ ചിഹ്നം ഒക്കെ തെളിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആഡ്സെൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീണ്ടും മോണി റിജക്റ്റ് ആവല്ല ചെയ്തത്, വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു രീതിയിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വന്നു. വീണ്ടും അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ 2 സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. 3ാമത്തെ സ്റ്റെപ്പ് എനിക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടി 8 ദിവസമാണ് എടുത്തത്. ആദ്യം 3 ദിവസം എടുത്തു, പിന്നെ 8 ദിവസം എടുത്തു. പക്ഷെ എനിക്ക് 2 സ്റ്റെപ്പ് തനിയെ ഓട്ടോമാറ്റിക്കലി ആയായിരുന്നു. 3ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവാനായിട്ട് 8 ദിവസം എടുത്തു. വീണ്ടും മെയിൽ വന്നു, മോണിറ്റൈസേഷൻ ആയി എന്നുള്ള മെയിൽ വന്നു. എല്ലാ ഡോളർ ചിഹ്നങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ തെളിഞ്ഞു. ആഡ്സും വന്നു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ദിവസം മാത്രമാണ് അത് നീണ്ടു നിന്നുള്ളൂ. 3ാമത്തെ ദിവസം വീണ്ടും ഇപ്പൊ റിജക്റ്റ് അല്ല കാണിക്കുന്നത്, ശരിക്കും വീണ്ടും ഇതുപോലെ തന്നെ നൗ അപ്ലൈ എന്നും പറഞ്ഞ് കാണിക്കാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 സ്റ്റെപ്പ് തനിയെ ഓട്ടോമാറ്റിക്കലി ആവണം. അപ്പൊ യൂട്യൂബറായിട്ട് ഞാൻ ഇത് അയച്ചു തരാം, ചേട്ടനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചാനലിന് സംഭവിച്ചത് ഈ സെയിം കാര്യം തന്നെയാണ്. എല്ലാ ക്രൈറ്റീരിയകളും കംപ്ലീറ്റ് ചെയ്ത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. എല്ലാ സ്റ്റെപ്പുകളും പൂർത്തീകരിച്ചു. അപ്പോൾ തന്നെ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിൻ്റെ മെയിൽ വന്നു, മോണിറ്റൈസേഷൻ സക്സസ് ആയിട്ടെന്നുള്ള മെയിൽ വന്നു. അതിനുശേഷം വീഡിയോകളെല്ലാം ഈ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ വീഡിയോസിലും ഡോളർ ചിഹ്നം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്കിനും വീണ്ടും 3rd സ്റ്റെപ്പ് പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ചാനൽ വീണ്ടും ഒന്നുകൂടെ അതേ കാര്യം തന്നെ വീണ്ടും ചെയ്തു. വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തു, 3rd സ്റ്റെപ്പ് ചെയ്തു. അപ്പം 2ാമതും ഇതേ സംഭവം തന്നെ നടന്നു. വീണ്ടും യൂട്യൂബിന്റെ ഭാഗത്തു നിന്നും മെയിൽ വന്നു. അങ്ങനെ വീഡിയോ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അപ്പോഴും ഡോളർ ചിഹ്നം തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോയിലും ആഡ്സ് വരുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഈ ആൾ അറിയുന്നില്ല. എന്നാൽ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും മോണിറ്റൈസേഷൻ കട്ടായിരിക്കുകയാണ്. അപ്പോൾ 2 പ്രാവശ്യവും മോണിറ്റൈസേഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ചിട്ട് ഡോളറൊക്കെ എനേബിൾ ആയിട്ടും വീണ്ടും 2 ദിവസം കൂടെ കഴിഞ്ഞപ്പം ഈ 2 തവണയും മോണിറ്റൈസേഷൻ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എന്താണ് ഈ ചാനലിന് സംഭവിച്ച പ്രോബ്ലം എന്നും ആ പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ മോണി ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ മോണി ആകാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ചാനൽ മോണി ആകുമ്പോൾ നിങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ജസ്റ്റ് ഇത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആരുടെയും സഹായമില്ലാതെ ഈസി ആയിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാനലിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ പാസ്വേഡും ഐ ഡിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ പാസ്വേഡും ഐ ഡിയും കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ആക്കി ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചെക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ചാനലിൻ്റെ പാസ്വേഡും ഐ ഡിയും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ ഈ ചാനൽ നമ്മൾ ലോഗിൻ ചെയ്തു. അപ്പോൾ ഈ ചാനൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്തു. മോസ്കോണ്ടർ എന്ന ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. യുവർ ചാനൽ ക്ലിക്ക് ചെയ്യുന്നു. കസ്റ്റമൈസ് ചാനലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഡാഷ്ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഈ ചാനലിൻ്റെ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ റിസീവ് കോപ്പറേറ്റ് ക്ലെയിം എന്നൊരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഈ ചാനലിന് സംഭവിച്ചത്. ഇവിടെ ഒരു കോപ്പറേറ്റ് ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ചാനലിന് സംഭവിച്ചിട്ടുള്ളത് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട് 2 of 3 സ്ട്രൈക്ക്. അതായത് ഒരു ചാനലിന് മാക്സിമം 3 സ്ട്രൈക്കേ വരാൻ പാടുള്ളൂ. മൂന്നാമത്തെ സ്ട്രൈക്ക് വരാൻ പാടില്ല. മൂന്നാമത്തെ സ്ട്രൈക്ക് വന്നാൽ ചാനൽ ടെർമിനേറ്റ് ആവുകയാണ് പതിവ്. എന്നാൽ ഇവിടെ ഈ ചാനലിൻ്റെ ഭാഗ്യം കൊണ്ട് 2 സ്ട്രൈക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ആക്റ്റീവ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് 2 of 3. അപ്പോൾ 3-ൽ 2 സ്ട്രൈക്കും ഓൾറെഡി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നുമല്ല ഈ സ്ട്രൈക്ക് വന്നിട്ടുള്ളത്. ഇത് കുറേ കാലം മുമ്പാണ്. അതായത് 2021 ഡിസംബറിലാണ് ഈ സ്ട്രൈക്ക് വന്നിട്ടുള്ളത്. ആദ്യത്തെ സ്ട്രൈക്ക് വന്നത്. അപ്പോൾ ഈ സ്ട്രൈക്ക് ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ 2 വട്ടം മോണിറ്റൈസേഷൻ ചെയ്തിട്ടും അത് റിജക്റ്റ് ആയിപ്പോയത്. സാധാരണ ഒരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് കോപ്പറേറ്റ് ക്ലെയിമോ കോപ്പറേറ്റ് സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നത് ആ വീഡിയോ റിമൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീഡിയോയ്ക്ക് കോപ്പറേറ്റ് സ്ട്രൈക്കോ കോപ്പറേറ്റ് ക്ലെയിമോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. യൂട്യൂബിൻ്റെ സെർവറിൽ ആ വീഡിയോ ഉണ്ടാവും. 90 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സ്ട്രൈക്ക് പോകത്തുള്ളൂ. എന്നാൽ ഈ 90 ദിവസത്തിനുള്ളിൽ സെക്കൻഡ് സ്ട്രൈക്കും വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊന്നും പോകാൻ സാധ്യതയില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോപ്പറേറ്റ് സ്ട്രൈക്ക് റിമൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 കോപ്പറേറ്റ് സ്ട്രൈക്ക് കിടക്കുന്നത് കൊണ്ടാണ് ഈ ചാനലിനെ 2 വട്ടം ചെയ്തിട്ട് മോണിറ്റൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് 3rd സ്റ്റെപ്പ് ഈസ് പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ കുറേ ദിവസമായിട്ട് 3rd സ്റ്റെപ്പ് ഈസ് പ്രോസസ്സിംഗ് എന്നാണ്. അപ്പോൾ ഈ ചാനൽ കരുതി 2 അല്ല 3 ദിവസം കഴിയുമ്പോൾ ഇത് ഓക്കെ ആവുമെന്ന് കരുതി ഇവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ 3 ദിവസം 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടും ഇത് ഓക്കെ ആയില്ല. അതിന് ശേഷമാണ് നമ്മളെ സമീപിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ചാനൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സ്ട്രൈക്ക് കണ്ടത്. അപ്പോൾ ഈ 3rd സ്റ്റെപ്പ് പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നത് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ള കാര്യം പറയാം. അതിനു മുമ്പേ അത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ 2 സ്ട്രൈക്ക് ഉണ്ട് ഇതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിലൂടെ തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ സ്ട്രൈക്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ സ്ട്രൈക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൻ്റെ കുറച്ച് മെസ്സേജുകളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതായത് കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക, എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം. അപ്പോൾ ഈ സ്ട്രൈക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 3 പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. ഞാനത് വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒന്ന്, കോപ്പറേറ്റ് ഓണർ യൂട്യൂബിന് ക്ലെയിം കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇവിടെ സ്ട്രൈക്ക് വന്നേക്കുന്നത് ഖദീജ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഐ ഡിയാണ് യൂട്യൂബിന് ഈ വീഡിയോയെ പറ്റി ക്ലെയിം കൊടുത്തിട്ടുള്ളത്. അത് സംഭവിച്ചേക്കുന്ന ഡിസംബർ 13, 2021. അപ്പോൾ അതിൻ്റെ താഴെ യൂട്യൂബിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് വന്നെന്നുള്ളതിൻ്റെ കാര്യം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കോപ്പിറൈറ്റ് ഓണർ യൂട്യൂബിന് ക്ലെയിം കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ കണ്ടന്റാണ് ഈ ചാനൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ക്ലെയിം കൊടുത്തുകൊണ്ടാണ് ഒന്നാമത്തെ സ്ട്രൈക്ക് വന്നത്. രണ്ടാമത്തെ മെസ്സേജ് പറയുന്നത് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ആ വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇപ്പോൾ 2 സ്ട്രൈക്ക് ഉണ്ട്. മൂന്നാമത്തെ സ്ട്രൈക്ക് കൂടെ വന്നിരുന്നെങ്കിൽ ഈ ചാനൽ ടെർമിനേറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ സ്ട്രൈക്ക് വന്നതിനെ കുറിച്ചുള്ള യൂട്യൂബിൻ്റെ മെസ്സേജ്. ഇനി നമുക്ക് തൊട്ടിപ്പുറത്തെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് വാട്ട് ക്യാൻ ഡു എന്നാണ്. ഇങ്ങനെ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് തൊട്ട് ഇപ്പുറത്ത് കാണുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡു നത്തിങ്, ഒന്നും നമുക്ക് ചെയ്യാനില്ല. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതിയിരിക്കുന്നത് സ്ട്രൈക്ക് എക്സ്പയർ ആഫ്റ്റർ 90 days as long as you complete the കോപ്പറേറ്റ് സ്കൂൾ. അപ്പം യൂട്യൂബ് പറയുന്നത് കോപ്പറേറ്റ് സ്കൂൾ എന്നൊരു ട്രെയിനിങ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ സാധിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ 90 daysനുള്ളിൽ നിങ്ങളുടെ സ്ട്രൈക്ക് റിമൂവ് ആകുമെന്നാണ്, ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ റിമൂവ് ആകുമെന്നാണ് യൂട്യൂബിൻ്റെ മെസ്സേജ്. അതായത് നമ്മുടെ ഒരു ചാനലിന് കോപ്പറേറ്റ് സ്ട്രൈക്ക് വരികയാണെങ്കിൽ
90 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് റിമൂവ് ആകാനാണ് സാധ്യത. 90 ദിവസത്തിനുള്ളിൽ വീണ്ടും സ്ട്രൈക്ക് വരികയാണെങ്കിൽ അത് റിമൂവ് ആകത്തില്ല. മൂന്നാമത് സ്ട്രൈക്ക് കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോൾ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നമുക്ക് യൂട്യൂബിനെ കൗണ്ടർ മെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ചെയ്തത് ജെന്യൂൻ ആണെങ്കിൽ, അതായത് നമ്മൾ മറ്റൊരാളുടെ കണ്ടന്റ് അല്ല എടുത്തതെങ്കിൽ ആരെങ്കിലും ഫേക്ക് ആയിട്ടാണ് ഇത് കൊടുത്തെങ്കിൽ നമുക്ക് യൂട്യൂബിന് മെയിൽ അയക്കാൻ സാധിക്കും. ഇത് ഫേക്ക് ആയിട്ടുള്ള സ്ട്രൈക്ക് ആണെന്ന് അയക്കാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് റിക്വസ്റ്റ് ഇൻട്രാക്ഷൻ എന്നുള്ള കാര്യമാണ്. അതായത് ഈ കണ്ടന്റ് ഓണറിന് നമുക്ക് മെയിൽ അയക്കാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ട്രൈക്ക് പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ ആ വീഡിയോയുടെ പാർട്ടുകൾ റിമൂവ് ചെയ്തോളാം എന്നൊക്കെ നമ്മൾ അവരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിനെ സംസാരിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു യൂട്യൂബർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രൈക്ക് റിമൂവ് ചെയ്യാൻ പോകുന്നതാണ് ഇനി നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും കോർപ്പറേറ്റ് സ്കൂൾ എന്നുള്ള കാര്യം. അപ്പോൾ ഈ കോർപ്പറേറ്റ് സ്കൂൾ എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. കോർപ്പറേറ്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ യൂട്യൂബിൽ സ്ട്രൈക്കുകൾ വരികയാണെങ്കിൽ യൂട്യൂബ് തന്നെ ആ ആൾക്ക് ഒരു അവസരം കൊടുക്കുന്നതാണ്. അതായത് യൂട്യൂബിൻ്റെ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്ത് തരും. അപ്പോൾ ഈ കോർപ്പറേറ്റ് സ്കൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ കറക്റ്റ് ആൻസർ ആണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ യൂട്യൂബിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ആയി പോയിക്കോളും. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കുക, എന്നിട്ട് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ആൻസർ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, കോർപ്പറേറ്റ് സ്കൂൾ മോഡൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പേജ് തെളിഞ്ഞു വരും. ആ പേജിൽ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും തന്നെയായിരിക്കും അവിടെ യൂട്യൂബ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഏതെങ്കിലും 3 or 4 ക്വസ്റ്റ്യൻ ആയിരിക്കും യൂട്യൂബ് അവിടെ നമുക്ക് തരിക. അപ്പോൾ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 4നും നമ്മൾ കറക്റ്റ് ആൻസർ കൊടുക്കുന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ ഉണ്ട്, ആൻസർ കൊടുക്കുന്നു. ഞാനിത് പറയുന്നില്ല, നിങ്ങളുടെ ചാനലുകളിൽ ഇങ്ങനെയെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഗൂഗിളിൽ പോയി ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം ആ മോഡൽ ക്വസ്റ്റ്യനായിട്ടൊന്ന് സാമ്യം നോക്കുക. തീർച്ചയായിട്ടും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇതിന് 4നും നമ്മൾ ആൻസർ കൊടുക്കുന്നു, ടിക്ക് കൊടുത്തു, നമ്മൾ ആൻസർ കൊടുത്തു. പിന്നെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുത്തു. ഇതിപ്പോൾ ലോഡാകുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിന് ഈ മെസ്സേജ് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് സ്കൂൾ എന്ന ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്ട്രൈക്ക് മാറിയിട്ടില്ല, 2 of 3 തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സ്ട്രൈക്ക് അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പൂർത്തീകരിച്ചു. നമ്മൾ യൂട്യൂബിൻ്റെ കോർപ്പറേറ്റ് സ്കൂൾ ട്രെയിനിങ് ചെയ്ത് സ്ട്രൈക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3rd സ്റ്റെപ്പ് പ്രോസസ്സിംഗ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതിന് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിന് ഫീഡ്ബാക്ക് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോണിറ്റൈസേഷനിൽ എങ്ങനെയാണ് ഫീഡ്ബാക്ക് അയക്കുക എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫീഡ്ബാക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂട്യൂബ് ടീംസിന് മെയിൽ അയക്കുകയാണ്. യൂട്യൂബ് ടീംസിനോട് നമ്മൾ പറയുകയാണ് 4000 വാച്ചവറും 1K സബ്സ്ക്രൈബറും എൻ്റെ ചാനൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഉടനെ അയക്കരുത്, അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കുക. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞ് അതൊന്ന് ലോഡാകും. അത് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ലോഡാകുന്ന പ്രോസസ്സാണ്. അത് ലോഡായി കഴിയുമ്പോൾ നമ്മൾ സെൻഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ യൂട്യൂബിന് മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പം 24 hours കഴിയുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും ഇതിൻ്റെ റിപ്ലൈ വരും. യൂട്യൂബ് അത് അണ്ടർ റിവ്യൂവിൽ വെക്കും. ചിലപ്പം 2 ദിവസം എടുക്കും, ചിലപ്പം 3 ദിവസമെങ്കിലും എടുക്കാനുമുള്ള സാധ്യതയുണ്ട്. ആ യൂട്യൂബിൻ്റെ ആ ചെക്കിങ് പോലെ ഇരിക്കും. അപ്പോൾ എന്താണ് യൂട്യൂബിന് മെയിൽ അയച്ചത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അതിൻ്റെ മോഡൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 2 കാര്യങ്ങളാണ് അമ്മൂസ് കോർണർ എന്ന ചാനലിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മൂസ് കോർണർ ചാനലിൽ നിന്ന് നമുക്ക് മെസ്സേജ് വന്നു, അവരുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഡോളർ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ വീഡിയോകളിലും ആർട്സും കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ സഹായിക്കുന്നതിൽ വളരെയധികം സന്തോഷമുള്ളൂ. യാതൊരു പ്രതിഫലവും മേടിച്ചിട്ടല്ല ചെയ്യുന്നത്. ആര് സംശയം ചോദിച്ചാലും നമ്മുടെ കഴിവിനനുസരിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ചാനൽ മോണിറ്റൈസേഷനായി അവരും ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.